എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു തേന കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കിയാലോ. വെയിറ്റ് ലോസിനെല്ലാം പറ്റിയൊരു ഡിഷായത്. അപ്പോൾ ഉണ്ടാക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് നേരം ഇതൊന്ന് കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ. മില്ലറ്റിൻ്റെ എന്ത് റെസിപ്പി ആയാലും ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് തേന ഒരു മിക്സിംഗ് ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് നമുക്കൊരു 6 മുതൽ 8 മണിക്കൂർ നേരം കുതിരണം. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പക്ഷേ നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ വെള്ളമാണ് നമ്മൾ നാളെ അരിച്ചെടുത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലോണം അരിച്ചെടുത്തിട്ട് അത് മൂടി വെക്കുക. പിന്നെ ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അതവിടുന്ന് കുതിരട്ടെ. നാളെ രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും കുതിർത്ത് വെച്ചിട്ടേ ഉണ്ടാക്കാവൂ. അപ്പോൾ ഇനി രാവിലെ കാണാം. കണ്ടില്ലേ, രാവിലെ ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളം അങ്ങനെ ഒഴിച്ചത് അതുപോലെ തന്നെ ഇല്ലേ. മില്ലറ്റിന് വെള്ളം വളരെ കുറവേ വേണ്ടു കുതിരാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം അരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഈ തെന ഒന്ന് വറുക്കണം. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോൾ റവയെല്ലാം ഒന്ന് വറുക്കൂലേ, വറുത്താലാണ് അത് നല്ല ഒന്നോടൊന്ന് ഒട്ടാണ്ട് കിട്ടുക. അപ്പോൾ അതായിരുന്നു വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് പൊട്ടുവാനൊന്നും കാക്കണ്ട കേട്ടോ. മേലെ തന്നെ ഇട്ട് കൊടുത്തേക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിലക്കടല. ഇത് ഞാൻ പച്ച നിലക്കടലയായതുകൊണ്ട് എല്ലാം കൂടി മേലെ ഇട്ട് കൊടുത്തത്. കാരണം നിങ്ങൾ വറുത്ത നിലക്കടലയാണെങ്കിൽ പിന്നെ ഇത് കടുകും ഉഴുന്നും പൊരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കൊന്ന് ലക്ഷറി ആക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇത് മതി എനിക്ക്. അപ്പോൾ 1 വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ഒരു ഉപ്മാവിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇടുമ്പോൾ ഓരോന്നോരോന്ന് കാണിക്കാം. കണ്ടില്ലേ, 1 വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഗ്ലാസ് പരുവായാൽ മതി, ഗോൾഡൻ ബ്രൗൺ വേണ്ട. അപ്പോൾ ഏകദേശമായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ എരിവ് ഇഞ്ചിയിലും ഉള്ളിയിലെല്ലാം നല്ലോണം പിടിക്കുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പിന്നെ ക്യാരറ്റും കറിവേപ്പിലയും അത് രണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം നേരം ഒന്നും ഇളക്കണമെന്നില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ നമ്മൾ വെള്ളം ഊറ്റാൻ വെച്ചിട്ടില്ലേ ഇത്തിന, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചെറുങ്ങനെ വലിങ്ങനെ അങ്ങ് വല്ലാണ്ടങ്ങ് വറുത്തെടുക്കണ്ട. ഒന്ന് വറുത്തിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്നങ്ങ് വറ്റിച്ചെടുക്കുക. എന്തായാലും അരിപ്പയിലിട്ടാലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഞാൻ അതേ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ 1.5 കപ്പേ ഉള്ളൂ. ഞാൻ എക്സ്ട്രാ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് തേനക്ക് 2 കപ്പ് വെള്ളം വേണം. ഇത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതുകൊണ്ട് അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അത് വേഗം വെന്തോളും. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലാണ്, ഇതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതൊരു തിള വരട്ടെ. തിള വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ. കണ്ടോ, ചെറുങ്ങനെ തിള വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതടന്ന് വേവട്ടെ. കണ്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. സിമ്മിലാണേ വെക്കാവൂ. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇനി നമ്മളെ മല്ലിയില ഉണ്ടല്ലോ ആദ്യം എടുത്ത് വെച്ചത്, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് സിമ്മിൽ തന്നെയാണേ, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വിടണ്ട, സിമ്മിൽ തന്നെ. ഇത് അടികട്ടിയുള്ളൊരു ചീനച്ചട്ടി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ച് അടികട്ടിയുള്ള ചീനച്ചട്ടി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലായാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ അടുപ്പത്ത് തന്നെയാണ് വെച്ചത്, ചീനച്ചട്ടി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും ചൂടുണ്ടാവും. ആ ചൂടിൽ തന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്
നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടില്ലേ, നല്ലോണം ഇളകി വന്നിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും ആ നെയ്യ് ഇട്ടാൽ. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിന് ചട്നിയോ സാമ്പാറോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഉപ്മാവിന് എനിക്കൊരു ഗ്ലാസ് ചായേൻ്റെ ആവശ്യമേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി ഉപ്മാവും ചായയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും എന്തായാലും ഇതൊരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.